കാപ്പിയും പഴുത്ത് കഴിഞ്ഞാൽ കുരങ്ങ് വന്നിട്ട് ചപ്പി ഇത് വന്നു കഴിഞ്ഞാൽ ഈ കവുങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഊർന്നിറങ്ങുക അല്ലെങ്കിൽ കുടീന്റെ മുകളിൽ കൂടെ ഊർന്നിറങ്ങുമ്പോൾ ഈ കുടിയും കളയും. കുരങ്ങിനെ കൊണ്ട് വലിയ ശല്യം തന്നെയാണ്. ഇത് പരാതിപ്പെട്ട എപ്പോഴേലും? ഇല്ല, പരാതിപ്പെട്ടൊന്നുമില്ല. പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിൽ പോയി അപേക്ഷയും കൊടുത്ത് അതിന്റെ പുറകെ നടന്നിട്ടൊന്നും വലിയ കാര്യമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. നമ്മൾ ഈ ഓടി നടക്കുന്നതിന്റെ പൈസയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പിന്നെ പരിശ്രമിച്ചില്ല. ഫോറസ്റ്റുകാർ വരുന്നതും കാണുന്നൊക്കെയാണല്ലേ. ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ നഷ്ടമില്ലേ? എന്ത് ചെയ്യാൻ, അത് പോയത് പോയി. ഇനിയിപ്പം വേറെ വഴികൾ നോക്കുക ജീവിക്കാൻ. അതായത് കൃഷിയും ഉണ്ടാവില്ല. ആ വീടിന്റെ അടുത്തായിട്ട് തൊഴുത്തിന് താഴെയായിട്ട് കുറച്ച് കൊലകൾ കിട്ടി. അങ്ങനെ 10,000 രൂപയ്ക്ക് കൊടുത്തു. ആദ്യത്തെ ഒരു കൊലയ്ക്ക് 900 രൂപ കിട്ടി, പിന്നെ 700 രൂപ കിട്ടി. അങ്ങനെ വന്ന് ലാസ്റ്റ് ഒരു കൊലയ്ക്ക് 12 കൊല കൊടുത്തിട്ട് ഈ കുരങ്ങൊക്കെ മാന്തിയതല്ല, പിന്നെ മുറിച്ചു കൊണ്ടുപോകാൻ സെക്കൻഡിലും ചാട്ടിലൊക്കെ എടുക്കുള്ളൂ. പിന്നെ 45 രൂപയ്ക്ക് വരെ കൊടുത്ത കൊലയുണ്ട്. അങ്ങനെ എന്തോരം ഈ പശുവിന് കൊടുക്കുക, നമ്മളും തിന്നാ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെയാ. കായൊന്നും ഉണ്ടാവില്ല, എല്ലാം വിരിഞ്ഞ് നിന്നിട്ട് നാശമായിട്ട്. കാരണം നമ്മളൊരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഇവർ വന്നിട്ട് ഇതാക്കുന്നത്. അത് പിന്നെ മടുത്തിട്ട് പിന്നെ അവർ തിന്നിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ചുണ്ട് തിന്നൂല, കാ മാത്രം വിരിഞ്ഞ് തിന്നു. നമസ്കാരം, ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ പാലേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് പ്രദേശം നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ കൂടെ അധികം കാണാത്ത ഒരു ടോപ്പിക്കാണ് കുരങ്ങ് ശല്യം. നമ്മൾ കാട്ടാനയുടെ പ്രശ്നവും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ പ്രശ്നവും പുലി, കടുവ മുതലായ വന്യജീവികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ പോലും കുരങ്ങ് മൂലം കർഷകർക്കുണ്ടാകുന്ന പ്രശ്നം നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട വലിയൊരു വിഷയം തന്നെയായി മാറിയിരിക്കുകയാണ്. അധികമൊന്നും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം കുരങ്ങായതുകൊണ്ട് അത് എല്ലാവരും തള്ളിക്കളയുകയാണ്. പക്ഷേ ഈ ഒരു കുരങ്ങ് മൂലം ഇപ്പോൾ ആളുകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നഷ്ടങ്ങളാണ് കർഷകർക്ക് ഉണ്ടാക്കി വെക്കുന്നത്. ഏതായാലും ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് വന്ന്. കുരങ്ങ് കർഷകർക്ക് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് കുര്യൻ. ഈ സ്ഥലത്തിൻ്റെ പേര്? ഈ സ്ഥലത്തിൻ്റെ പേര് കുല്ലിക്കണ്ടം. ഇത് തൊണ്ടർനാട് പഞ്ചായത്തിൽ 4-ാം വാർഡ്. തൊണ്ടർനാട് അല്ലേ? ഇവിടെ എന്താ ചേട്ടാ ശരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷികൾക്കൊക്കെ കൃഷികൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് വാഴയാണ്. വർഷാവർഷം ആദായം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ്. പിന്നെ കുറച്ച് കാപ്പിയും കുരുമുളകൊക്കെ ഉണ്ട്. റബ്ബർ സക്സസ് അല്ല, കാറ്റും പിന്നെ പാല് കുറവാണ്. വന്യജീവികളുടെ പ്രശ്നം? വന്യജീവികൾ തന്നെ കുരങ്ങ്, മയില്, കാട്ടുപന്നി മെയിനായിട്ട് ഇതാ. പിന്നെ കാട്ടുപോത്തൊക്കെ ഇടയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. കാലിപ്പുള്ളി നാട്ടൊക്കെ കുറച്ചൊക്കെ തിന്നും, അത് കഴിഞ്ഞ് പോകും. കുറച്ചാളൊക്കെ ഇവിടെ തമ്പടിച്ചായിരുന്നു. മറ്റുള്ള മൃഗങ്ങളൊന്നും കാര്യമായിട്ടില്ല. കുരങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം കുരങ്ങാണ്. രക്ഷയില്ല. വലിയ ഭീമമായ നഷ്ടം ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ വാഴക്കൃഷി നടത്തിയിട്ട് ഒരു വർഷം ഷെഡൊക്കെ കെട്ടി അവിടെ തന്നെ തങ്ങി. പകൽ മുഴുവൻ 24 മണിക്കൂർ അവിടെയായിരുന്നു. എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഒക്കെ ആയിട്ട് നാശം വന്നിട്ട് പിന്നെ ഞാൻ നിർത്തി. ഈ കൊല്ലം തീരെ അങ്ങോട്ട് നോക്കാതായി കഴിഞ്ഞിട്ട് കാര്യമായിട്ട് 10,000-15,000 രൂപയുടെ കൊലയെ കൊടുത്തോളൂ. ബാക്കിയൊക്കെ പിന്നെ കുരങ്ങിനെ തന്നെ തിന്നോട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചില്ല. കാരണം മുതലാവില്ല. 24 മണിക്കൂറും പറമ്പിൽ പോയി കിടന്നിട്ട് നമുക്ക് അതിനുള്ള മുതലിന് കിട്ടുന്നില്ല. അതിപ്പോ നമുക്ക് പറമ്പിൽ ചെന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കൊലയൊക്കെ വിരിഞ്ഞ് തിന്നിട്ട് കുറെയൊക്കെ വെട്ടിക്കളഞ്ഞു. കുറെ കൊല വിരിഞ്ഞ് നിന്നിട്ട് അതിന്റെ ചുണ്ടും ഉണ്ട്, അതിന്റെ തണ്ടും മാത്രമുണ്ട്. കായെല്ലാം തിന്നിട്ട് അങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം. പോരാ, എന്റെ കൂടെ പോരാ. ഇത് ശരിക്കും ഫോറസ്റ്റ് അടുത്തുള്ള സ്ഥലം വല്ലതാണോ? ഫോറസ്റ്റിന്റെ അപ്പുറത്തേക്കൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് അടുത്തുണ്ട്. അതിരുന്നല്ല, എൻ്റെ ഈ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സർവേപ്പെട്ട ഭൂമിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റും ഉണ്ട്. ഫോറസ്റ്റ് ഇവിടെ നോക്കിയാൽ കാണാം. പക്ഷെ അതിന്റെ ഇടയ്ക്കൊക്കെ ജനവാസ മേഖലകൾ ഇഷ്ടംപോലെയുള്ളതല്ലേ? ഇല്ല, ഈ ഫോറസ്റ്റിന്റെ ഇടയ്ക്കില്ല. ഈ ഫോറസ്റ്റിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. നടക്കൂടെ ഫോറസ്റ്റ് ഇങ്ങനെ ഈ കാണുന്നോ? ഈ മോളിൽ കാണുന്ന ഇതൊന്നും ഫോറസ്റ്റ് അല്ല. ഈ ഭാഗത്തൊന്നും ഫോറസ്റ്റ് ഇല്ല. ആ മോളിൽ കാണുന്ന അങ്ങ് കാണുന്ന കുന്നുണ്ടല്ലോ, ഈ കാണുന്ന ഇതൊന്നും ഫോറസ്റ്റ് അല്ല. അതിന്റെ അതൊക്കെ ഓരോരുത്തർ അവരൊക്കെ വാഴകൃഷി നടത്തി പിന്നെ ഇപ്പൊ ചെയ്യാതിരിക്കുന്ന ആ പുല്ല് പിടിച്ച് കിടക്കുന്ന പോലെ കാണുന്നത്. അപ്പുറമൊക്കെ തോട്ടാണ്, ഇപ്പുറയും തോട്ടാണ്. അത് അവിടെ വീടുണ്ട്. വീട്ടിലെ ഫോറിനേഴ്സിന് വാടകയ്ക്ക് കൊടുത്തേക്കും ഇപ്പൊ. പട്ടികളെ വളർത്തുന്നതായിരിക്കും. കുരങ്ങിനെ ഓടിക്കാനൊക്കെ ആയിട്ട് കൃഷി നിർത്തിയ കാരണം പിന്നെ പശു കൃഷിയിലേക്ക് പോന്നു. അതാണ് പിന്നെ കുരങ്ങും പിടിക്കൂല, പന്നിയും പിടിക്കൂലല്ലോ.
എന്നിട്ട് ഇപ്പം തന്നെ പശു വളർത്തല? പശു വളർത്തൽ മാത്രമേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ട്? പശു 4 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ കൊടുത്ത് ഒഴിവാക്കി. ഇപ്പോൾ ആണല്ലേ. ഇതിൽ കയറാം, നമുക്ക് വഴിയൊന്നും ഇല്ല ഇപ്പോൾ, അങ്ങോട്ട് ഇതിൽ കയറാം. പറമ്പിലേക്ക് അത് ഇറങ്ങാത്ത കാരണം വഴിയില്ലാത്ത. അവിടെ പശു ഉണ്ടല്ലേ. 3 പശുവല്ലേ? 3 എണ്ണത്തിന് കിടക്കുന്നുള്ളൂ. 4 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിന് ഈ എടുത്ത് കൊടുത്തതാ, കൊടുത്തൊഴിവാക്കിയതാ. ഇവിടെയൊക്കെ വന്ന് ഈ കുണ്ടിക്കുമ്പളൊക്കെ പറിച്ച് തിന്നു. കുണ്ടിക്കുമ്പളം ഈ തൊഴുത്തിൻ്റെ മുകളിൽ കിടക്കുന്ന വാഴ വരെ തിന്നു. ഈ തൊഴുത്തിൻ്റെ മുകളിൽ കിടക്കുന്നില്ല, അത് വരെ തിന്നു. അട്ടയുണ്ടാകും കേട്ടോ. ഇതിപ്പോൾ മഴ കുറവുള്ള കാരണം വലിയ കുഴപ്പമില്ല. അവിടെയൊക്കെ ഉണ്ട് വിരിഞ്ഞ് നിന്നിട്ട് വേറെ കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട്, അവിടെയുണ്ട്, ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. പറമ്പ് മൊത്തം ഉണ്ടല്ലേ വാഴ? 1000 വാഴ ഉണ്ടായിരുന്നു, 1000 മേലെ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ ഇതേ കൊടുത്തോളൂ. കണ്ടില്ലേ എത്ര എണ്ണം ചേട്ടൻ വെട്ടി വിറ്റു? ഇത് കണ്ടോ, ഇത് വിരിഞ്ഞ് തിന്നിട്ട് നിൽക്കുന്നതാണ്. മൊത്തം തിന്ന, കുറഞ്ഞ് തിന്ന. അല്ല അപ്പുറത്തേക്കൊക്കെ അങ്ങനെ തന്നെയാ വിരിഞ്ഞ് നിന്നിട്ട്. കൊല മാത്രമായിട്ട് മാത്രമായിട്ട് നിൽക്കണു. ഇത് വീടിന്റെ തൊട്ടടുത്ത് വന്നിട്ട് അതാണ് നിൽക്കണു. അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് എല്ലാം അങ്ങനെ തന്നെയാ. കായൊന്നും ഇല്ലല്ലേ? കായൊന്നും ഉണ്ടാവില്ല, എല്ലാം വിരിഞ്ഞ് നിന്നിട്ട് നാശമായിട്ട്. കാരണം നമ്മളൊരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഇവർ വന്നിട്ട് ഇതാക്കുന്നത്. അത് പിന്നെ മടുത്തിട്ട് പിന്നെ അവർ തിന്നിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ചുണ്ടും തിന്നുന്നുണ്ടെന്നല്ലേ? ചുണ്ട് തിന്നൂല, കാ മാത്രം വിരിഞ്ഞ് തിന്നു. പിന്നെ ചാക്കിട്ട് പൊതിഞ്ഞ് ഞാൻ ഒരു പരീക്ഷണം നടത്തി. ചാക്കിട്ട് പൊതിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ജീവിയാണെന്ന് അറിയില്ല, ചാക്ക് തുളച്ചിട്ട് ഉള്ളിൽ കയറും. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊലയുണ്ടല്ലോ എന്ന് എഴുതിക്കൊണ്ട് നമ്മള് പിന്നെ ഏകദേശം മൂത്ത് തോന്നിയിട്ട് അഴിക്കാൻ നോക്കുമ്പോണ്ടല്ലോ ഇതിനകത്ത് കായ ഉണ്ടാവില്ല. എന്തോ ജീവി അതിന്റെ ഉള്ളിൽ തന്നെ കയറിയിട്ട്. ഇനി മലയണ്ണാനാണോ എന്താണെന്ന് അറിയില്ല, നോക്കി വരണം കേട്ടോ. മലയണ്ണാനൊക്കെ ഉണ്ട്. മലയണ്ണാൻ, മരപ്പെട്ടി. അത് ചിലപ്പോൾ ഈ പട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ കുരങ്ങിനെ ഓടിക്കാൻ പട്ടീനെയും കൊണ്ടും എയർ ഗണ്ണൊക്കെ ആയിട്ട് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ കുരങ്ങ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. താഴെ ഇറങ്ങാനും മേല, മൂടികിടെ പോകാനും മേലാണ്ട് ഈ എയർ ഗണ്ണും കണ്ടിട്ടാണ്ട് ആ കൊല ഈ കൊല ഒക്കെ തിന്ന് കിടക്കുന്നതാണ്. അത് ഒന്നുമില്ല, കായൊന്നുമില്ല. ഏകദേശം എത്ര എണ്ണം ചേട്ടന് വെട്ടി വെക്കാൻ പറ്റി? എത്രയാ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 13,000 ഉറുപ്പിയുടെ 14,000 ഉറുപ്പിയുടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1000 വാഴ കൊടുത്തു കഴിഞ്ഞാല് അത് നന്നായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ എനിക്കൊരു 3 ലക്ഷം ഉറുപ്പ് കിട്ടേണ്ടതാ. 14,000-ന്റെ സാധനം കിട്ടിയുള്ളൂ. അതെ. ഇതാ നിൽക്കുന്നു. ഇനിയിപ്പോ അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങോട്ടേക്ക് നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് അധികം പോകണ്ടല്ലോ എന്ന് എഴുതിക്കൊണ്ട് മെയിനായിട്ട് അട്ടയുള്ളായിരുന്നു. ഉണ്ടോ, എല്ലാം ഇങ്ങനെ തന്നെ തിന്ന് നിർത്തിയേക്കുക. മൊത്തം ഇങ്ങനെ ഈ കുന്നും പ്രദേശമായിരിക്കും അല്ലേ? മൊത്തം കുന്നാ ഇവിടെ. അത് അവിടെ നിന്നൊരു കുന്ന്, ഇവിടെ നിന്നൊരു കുന്ന്, ഈ ഇടയ്ക്കൊരു ചളുക്കുണ്ടാവും. അതാ നിൽക്കണു, മൊത്തം തിന്ന് നിൽക്കുന്നത് കണ്ടോ. അതായത് കൊല ഒറ്റൊന്നും ഇല്ല, കൊല ആയി വരുമ്പോൾ ഒരു പാതി മൂപ്പാകുമ്പോഴത്തേ അവർ തിന്നളയും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ തിന്നുപൊട്ടി ഞാൻ വെട്ടിക്കളഞ്ഞതാ. ആ വീടിൻ്റെ അടുത്തായിട്ട് തൊഴുത്തിന് താഴെയായിട്ട് കുറച്ച് കൊലകൾ കിട്ടി. അങ്ങനെ ഒരു 14,000 ഉറുപ്പിക്ക് കൊടുത്തു. ഒരു പ്രാവശ്യം 12 കൊല കൊടുത്തു. ഇതൊക്കെ പോയതല്ലേ? ഒരു 4 കൊല. ആദ്യം ഒരു കൊല കൊടുത്തിട്ട് എനിക്ക് ഒരു കൊലയ്ക്ക് 900 ഉറുപ്പിക കിട്ടി. ഒറ്റ കൊലയിലും കായില്ല. ആദ്യത്തെ ഒരു കൊലയ്ക്ക് 900 ഉറുപ്പിക കിട്ടി, പിന്നെ 700 ഉറുപ്പിക കിട്ടി. അങ്ങനെ വന്ന് ലാസ്റ്റ് ഒരു കൊലയ്ക്ക് 12 കൊല കൊടുത്തിട്ട് ഈ കുരങ്ങൊക്കെ മാന്തിയതല്ല, പിന്നെ മുറിച്ച് കൊണ്ടുപോകാൻ സെക്കൻഡിലും ചാട്ടിലൊക്കെ എടുക്കുള്ളൂ. പിന്നെ 45 ഉറുപ്പിക വരെ കൊടുത്ത കൊലയുണ്ട്. കാരണം എന്തോരം ഈ പശുവിന് കൊടുക്കുക, നമ്മളും തിന്നുക. അപ്പം മോശമായതും കൊണ്ടേ കൊടുക്കും. അപ്പം അതിനൊന്നും പൈസ കിട്ടൂല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മൊത്തത്തിൽ അങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് പോയാലും ഇത് തന്നെ കാണാനുള്ളൂ. ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് വാഴയുണ്ട് കേട്ടോ. ചെരുവാന്നുള്ളൂ, ഇതിന്റെ മുകളിലേക്കും ഉണ്ട്, ഇനി അവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. മുകളിലേക്കല്ല, ഈ ചാലിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് അവിടം വരെ ഉണ്ട് കേട്ടോ. അങ്ങേ കുന്നിലൊക്കെ നമുക്ക് കാണാം, അവിടം വരെയൊക്കെ ഉണ്ട്. പക്ഷെ വാഴയുടെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇല കൊടുക്കാൻ ഇല മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി ബാക്കി ഇലയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയായില്ലേ? ഇലയ്ക്ക് എന്താ
ഇനിയിപ്പോൾ ഉപേക്ഷിച്ചതൊന്നും നോക്കിയിട്ടല്ല. നമ്മൾ വേറെ മാർഗ്ഗങ്ങൾ നോക്കാന്നല്ല, കൃഷിയിലൊന്നും പറ്റില്ല ഇനി. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റിയല്ലേ? പിന്നെ കാപ്പിയും പടുത്തു കഴിഞ്ഞാൽ കുരങ്ങ് വന്നിട്ട് ചപ്പി കളയും. ഓ, കാപ്പിയും കളയുന്നുണ്ട്. കാപ്പിയും കളയും. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഈ കവുങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഊർന്നിറങ്ങുക, അല്ലെങ്കിൽ കുടീൻ്റെ മുകളിൽ കൂടെ ഊർന്നിറങ്ങുമ്പോൾ ഈ കുടിയും കളയും. അല്ലേ? കുരങ്ങിനെ കൊണ്ട് വലിയ ശല്യം തന്നെയാണ്. ഇത് പരാതിപ്പെട്ട എപ്പോഴേലും? ഇല്ല, പരാതിപ്പെട്ടൊന്നുമില്ല. പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിൽ പോയി അപേക്ഷയും കൊടുത്ത് അതിൻ്റെ പുറകെ നടന്നിട്ടൊന്നും വലിയ കാര്യമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. നമ്മൾ ഈ ഓടി നടക്കുന്നതിൻ്റെ പൈസയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പരിശ്രമിച്ചില്ല. ഫോറസ്റ്റുകാർ വരുന്നതും കാണുന്നൊക്കെയാണല്ലേ, അവർക്കറിയാവുന്നതാണ്. ഇതുവരെ ഇത്രയും പോയിട്ടും ഒരു പരാതിയും കൊടുത്തിട്ടില്ല? ഇല്ല, പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ നഷ്ടമില്ലേ? എന്ത് ചെയ്യാൻ, അത് പോയത് പോയി. ഇനിയിപ്പം വേറെ വഴികൾ നോക്കുക ജീവിക്കാൻ, അല്ലാതെ കൃഷിയും ഉണ്ടാവില്ല. അതുപോലെ എന്നാൽ പിന്നെ സ്ഥലം വിറ്റ് ഒഴിവാക്കാമെന്ന് എഴുതി. കാരണം ഈ ശല്യം കാരണം ആരും ഒന്നും മേടിക്കുന്നുമില്ല. അതായത് സർക്കാർ റേറ്റ് ഇവിടെ ഒരു സെന്റിന് 1,28,000 റുപ്യ. മാർക്കറ്റിൽ ഒരു 35,000 റുപ്യ കൊടുക്കാന്ന് പറഞ്ഞാൽ, സെന്റിന് കൊടുക്കാന്ന് പറഞ്ഞാലും മേടിക്കാൻ ആളില്ല. അതാണ് സ്ഥിതി. കാരണം വല്ല റിസോർട്ടുകാരും വന്ന് മേടിച്ചാലായി, അല്ലാതെ ആർക്കും കൃഷിക്ക് ആർക്കും ആവില്ല. അതാണ് കേട്ടോ ഒരു കർഷകൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്. പറമ്പ് കിടക്കുന്ന കാണാം. ഇത് ചേട്ടൻ എത്ര വർഷം ഇവിടെ വാഴയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന? വാഴ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആയില്ല. ബാക്കി കാപ്പിമുളകൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ പിന്നെ കൃഷിയൊക്കെ നിർത്തി. അപ്പോൾ അതിനുശേഷം വന്നിട്ട് 2.5 വർഷമായുള്ളൂ. വന്നതിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. 2 വർഷം ചെയ്തു, നിർത്തുകയും ചെയ്തു. പുറത്തു പോയി ഉണ്ടാക്കിയതൊക്കെ തീർന്നു? പുറത്തു പോയി ഉണ്ടാക്കാനൊന്നും ഇല്ല, കാര്യം എടുത്തില്ല. മോളുടെ കല്യാണം കഴിഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്തൊക്കെ തീർന്നു കാണും അല്ലേ? എനിക്ക് നഷ്ടമേ വന്നോളൂ. ഞാൻ ആദ്യത്തെ വർഷം മുടക്കിയത് 1.25 മുടക്കിയിട്ട് എനിക്ക് 75 റുപ്യ അതിൽ നഷ്ടമാണ്. 1 രൂപേൻ്റെ കൊല്ലം കിട്ടിയുള്ളൂ. ഇത് 2ാമത്തെ വർഷം പിന്നെ കാര്യമായിട്ട് മുടക്കിയില്ല. അതിന് നിർത്തി പിടിച്ചിട്ട് ചെറിയൊരു നോട്ടൊക്കെ നോക്കിയോളൂ. പിന്നെ സ്വന്തം പണി ഉണ്ടായിരുന്നു. സ്വന്തം പണിയൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. വലിച്ചു കെട്ടണതും ഈ പടക്കം മേടിച്ച് പൊട്ടിച്ചതും. ഇതിപ്പോൾ കുരങ്ങ് വരുമ്പോൾ സാധാരണ ഞാൻ എന്താ ചെയ്യാതെ? ഞാൻ സാറിന് പടക്കം പൊട്ടിച്ച്, അല്ലെങ്കിൽ ഒരു കുരങ്ങിന് ഓടിക്കുന്ന ഒരു വാണുണ്ട്, ഒരെണ്ണത്തിന് 20 റുപ്യ, അത് കത്തിച്ച് വിടും. അപ്പോൾ കുറച്ച് ഇത് 1-2 ദിവസത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയം നോക്കി വരും. മാറുന്ന സമയമില്ല, ഞാൻ തൊഴുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ തൊഴുത്തിന് മുകളിൽ വരും. അപ്പോൾ തൊഴുത്തിലുണ്ടാവും നമ്മൾ. പക്ഷെ ഇവരൊരു അനക്കം കാണുമ്പോൾ ആളാണ് നമ്മൾ അറിയുള്ളൂ. അതുവരെ അവർ തിന്ന് പതുക്കെ വരും. വീടിൻ്റെ അടുത്തെത്തി എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ പടക്കം ഇങ്ങനെ എല്ലാവർക്കും മേടിച്ച് പൊട്ടിക്കേണ്ടി വരുന്നതുകൊണ്ടാന്ന് തോന്നില്ല ഈ പല സ്ഥലത്തും ഇപ്പോൾ പുതിയതായിട്ട് ഒത്തിരി പടക്കക്കടകൾ തുടങ്ങുന്നതൊക്കെ കാണാം. എന്താണെന്നറിയില്ല. അത് പടക്കം മാത്രമല്ല, ഈ ഇതുകൊണ്ട് എന്താ പറയുന്നത്, PVC പൈപ്പ് കൊണ്ട് ഭയങ്കര സൗണ്ട്. ഗ്യാസ് കൊണ്ട് പൊട്ടിക്കുന്നത് അല്ലേ? ഗ്യാസ് ഇല്ല, അതിനകത്ത് കാർബൈഡ് അത് എഫക്റ്റീവ് ആണോ? നല്ല സൗണ്ടാ. സൗണ്ട് കേട്ടാൽ കുറേയൊക്കെ മാറ്റമുണ്ട്. ഇടയ്ക്കിങ്ങനെ ഇതിങ്ങനെ ഈ മോളിൽ ഇരിക്കുന്ന സാധനം നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഇതിനൊക്കെ ഓടിക്കുന്നതിന്. അത് പിന്നെ എയർ ഗണ്ണും കണ്ടത് കിട്ടൂല, നിന്ന് തരില്ല. അപ്പൊ ആനയൊക്കെ ആണെങ്കിലേ വരുന്ന കാണുമെങ്കിലും ചെയ്യാന്ന്. ആന പറയാൻ പറ്റില്ല. ആനങ്ങനെ നമുക്ക് ചിലപ്പോൾ ചതിയിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാട്ടിലൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ പതുക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാഗത്തേക്ക് ആന വരാറുണ്ടോ? ഇല്ല, ആനയൊന്നും വരില്ല. കാട്ടുപോത്ത് വന്നിട്ടുണ്ട്. അല്ലേ? ഇത് ശരിക്കും ഈ കുറ്റ്യാടി ചുരത്തിനോട് അടുത്ത പ്രദേശങ്ങളല്ലേ? കുറ്റ്യാടി ചുരം ഇവിടുന്ന് തൊട്ടിൽപ്പാലം 18 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കുറ്റ്യാടി ചുരത്തിന് ടോപ്പിലേക്ക് എങ്ങനെ ഒരു 9 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അല്ലേ? നമ്മൾ ഈ കാണേണ്ടത് ഇപ്പോൾ വെട്ടി കൊടുക്കേണ്ട ഒരു വാഴക്കൊലയുടെ ദൃശ്യങ്ങളാട്ടോ. ഒരൊറ്റ കായില്ലാതെ അതിൻ്റെ തണ്ട് മാത്രമായിട്ട് കിടക്കുന്ന ഒരു ഭീകര കാഴ്ചയാണ് കാണുന്നത്. ഇതുപോലെ ഈ പ്രദേശത്ത് 1000 വാഴ ഉണ്ടായിരുന്നതാണ്. അതിൽ ആ ചേട്ടന് 3 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടേണ്ട അടുത്ത് ചേട്ടന് ഇത് വെട്ടി വിറ്റിട്ട് ആകെ കിട്ടിയത് 14,000 രൂപയാണെന്ന് പറയുന്നത്. അപ്പോൾ എത്ര കണക്കിന് വാഴ അല്ലെങ്കിൽ വാഴക്കൊല കുരങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി കേട്ടോ. വളരെ ഭീകരമാണ് അവസ്ഥ. ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു ഭീകരമായ കാഴ്ച കേട്ടോ. കുരങ്ങായതുകൊണ്ടും അതിനെ എല്ലാവരും ഒരു വലിയ വന്യജീവിയായിട്ട് കണക്കാക്കാത്തതുകൊണ്ടും ആണ് ഇത്തരം വിഷയങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത്.
നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ആനയുടെയും അതുപോലെ തന്നെ പുലി, കടുവ പോലെയുള്ള ജീവികളുടെയൊക്കെ പ്രശ്നങ്ങളാണ്, പിന്നെ പന്നിയുടെയൊക്കെ. പക്ഷേ കുരങ്ങിൻ്റെ നമ്മൾ അധികം കേൾക്കുന്നില്ല, അധികം ആളുകൾ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഒരു വർഷം കർഷകർക്കുണ്ടാകുന്ന കുരങ്ങ് മൂലം ഉണ്ടാകുന്ന നഷ്ടം കണക്കൂട്ടി കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടമാണ്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കണക്കനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പറമ്പിൽ അത്രയും വാഴയൊക്കെ ഒരുമിച്ച് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടനൊരു പരാതി പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം കൊടുത്തിട്ട് കാര്യമില്ല, കിട്ടിയല്ല, അതിനൊക്കെ അത്രയ്ക്കേ ഉള്ളൂ നഷ്ടപരിഹാരം എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൂടെയാണ്. കർഷകർക്ക് പല വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ആളുകളും ഇതേപോലെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. 5, 6, 7 വർഷമായിട്ട് അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത ആളുകളെ എനിക്കിപ്പോഴും അറിയാം. അപ്പം അത്തരത്തിലാണ് കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കുരങ്ങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരജീവി തന്നെയായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം കുരങ്ങുകളുടെ എണ്ണം പെരുകി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ വയനാട് ചുരത്തിലൊക്കെ പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ജീവിയായിരുന്നു, അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി KSRTC ഗ്യാരേജിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജീവിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രദേശത്തും കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അതിപ്പോൾ വീട് പൊളിച്ച് അകത്ത് കയറുന്നുണ്ട്, വാട്ടർ ടാങ്ക് നശിപ്പിച്ച് കുടിവെള്ളം നശിപ്പിക്കുന്നുണ്ട്, ഇതേപോലെ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഏതായാലും വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ് കുരങ്ങ് മൂലം ഉണ്ടാകുന്നതെന്നുള്ളത് കാര്യത്തിലൊരു സംശയം വേണ്ട. അത് ഏറ്റവും വിചിത്രമായ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങിനെ ഷെഡ്യൂൾ 1 മാറ്റി എന്നുള്ളതാണ്. എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്തർത്ഥത്തിലാണ് അതിനെ ഷെഡ്യൂൾ 1 മാറ്റിയെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം സാധാരണ ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ അതീവ സംരക്ഷണത്തിൽ പെട്ട ജീവികളൊക്കെയാണ് ഷെഡ്യൂൾ 1 പെടുക. അതായത് കടുവ പോലെയുള്ള എണ്ണത്തിൽ കുറവുള്ള ജീവികളൊക്കെ. പക്ഷേ 10,000-കണക്കിന് ലക്ഷക്കണക്കിനുള്ള ഈ കുരങ്ങുകളെ എന്തിനാണ് ഷെഡ്യൂൾ 1 പെടുത്തിയത് എന്നും ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും കുരങ്ങ് മൂലം കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോകൾ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്